ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ നമ്മുടെ പള്ളിയിൽ ആരാധനയൊക്കെ തുടങ്ങി. ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞായറാഴ്ച ഒരു മണി വരെ നമുക്കിവിടെ ആരാധനയുണ്ട്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ഞായറാഴ്ച ദിവസം ഞായർ വെള്ളി ആ ദിവസങ്ങളിലൊക്കെ നമുക്കിവിടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മിക്കത്തില്ല കേട്ടോ. പ്രാർത്ഥനയൊക്കെ കേട്ട് നമുക്ക് അപ്പോഴിരിക്കാമല്ലോ. നമുക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തല്ലേ നമ്മുടെ പള്ളി. അപ്പോൾ ഈശോയെ എന്നോട് പൊറുക്കണേ, ഇന്നലെ ഞാൻ അത്താഴം കഴിച്ചില്ല, അതുകൊണ്ട് രാവിലെ വയറ് വിശക്കുന്നു. പ്രാർത്ഥന ഞാൻ വിചാരിച്ച് പ്രാർത്ഥനയൊക്കെ കേട്ട് നമുക്ക് കാപ്പി കുടിക്കാം. ഇന്നത്തെ കാപ്പി എൻ്റെ സ്പെഷ്യൽ കാപ്പിയാണ് കേട്ടോ. അപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും നമ്മൾ പുട്ടുണ്ടാക്കി കൊടുത്തു. പിന്നെ ഞാനും മക്കളും ഇവിടെ മുളക് ബജി ഉണ്ടാക്കി, പാൽ കാപ്പി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ അത് കഴിക്കാം. എന്നും മറ്റേതൊക്കെയല്ല നമ്മൾ ഇന്നും കഴിക്കുന്നത്. അപ്പോഴും മുളക് ബജി ഉണ്ടാക്കിയേക്കാം. എനിക്ക് ഇച്ചിരി ഒന്ന് മൂക്കണം. ഞാൻ പറയുന്ന വല്ല കേൾക്കുന്നുണ്ടോ? പ്രാർത്ഥന നടക്കുന്നുണ്ടേ. അപ്പോഴും മുളക് ബജിയും പാൽ കാപ്പിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല. ഞാൻ ഇനിയിപ്പോൾ രാത്രിയിൽ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. വണ്ണമൊക്കെ കുറയ്ക്കുക. വണ്ണം കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നു. അപ്പോഴും വണ്ണമൊക്കെ കുറയ്ക്കാൻ നോക്കുക. വായി വെള്ളം വെക്കത്തില്ല കേട്ടോ. ഐസ്ക്രീമും മുട്ടായിയൊക്കെ കിട്ടിയാൽ പിന്നെ നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു പോകും. ഈ മധുരം കഴിച്ചാൽ നമുക്ക് തീർത്തും വണ്ണം വെക്കും കേട്ടോ. ഞാൻ പിന്നെ ചായക്ക് മധുരം ഇടത്തില്ല, പക്ഷേ ഐസ്ക്രീം ഒന്നും വിട്ട് കളയത്തില്ല കേട്ടോ. അപ്പോഴാണ് എവിടെ പോയാലും എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് കാരണം അറിയാം എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വേണ്ടാന്ന് പറയുന്നത് എങ്ങനെ, അതുകൊണ്ട് ഞാനങ്ങ് കഴിക്കും കേട്ടോ. നമുക്ക് മുളക് ബജിയൊക്കെ കഴിക്കാൻ രാവിലെ. എന്നോട് പൊറുക്കണേ, വീണ്ടും ഞാൻ പറയാം, എന്നോട് പൊറുക്കണേ. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കണം. സാരമില്ല, ആഹാരം കഴിക്കാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും ദൈവം ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവർ അങ്ങനെ ഉപവാസമൊക്കെ എടുക്കുമ്പം അല്ലേ അങ്ങനെ എടുക്കത്തില്ലായിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിവിടെ ഉപവസിക്കുന്നൊന്നുമില്ല. എനിക്ക് വയറ് വിശപ്പുണ്ട്, പക്ഷെ രാത്രി അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. ഞങ്ങൾ ഉത്സവപ്പറമ്പിൽ പോയാൽ ഇതാ വാങ്ങിക്കുന്നത് കൂടുതൽ മുളക് ബജി. ഇതിൻ്റെ ചമ്മന്തി ഉണ്ടാക്കിയൊന്നുമില്ല. സോസൊക്കെ ഇതുപോലെ എനിക്കിഷ്ടമല്ല, മോനിഷ്ടമാണ്. അവനതും കൂട്ടി അടിക്കും. ചില മുളകിന് ഭയങ്കര എരിയ കേട്ടോ. ഈ മുളകിന് അത്ര എരിയില്ല കേട്ടോ. കാപ്പിയും മുളക് ബജി നിങ്ങൾ വിചാരിക്കും പെട്ട് വട്ടാണ്. ഒരു വട്ടമില്ല. വിശപ്പിന് എന്ത് വേണേലും കഴിക്കാം. ഞായറാഴ്ച കേട്ടോ. കുടുംബശ്രീ ഇവിടെ വെച്ച ചേച്ചിമാരൊക്കെ വരും. ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ഓരോ വീടുകളാട്ടോ. വീടുകളില്ല, അന്നേരം പിന്നെ ആർക്കും പിണക്കവും പരാതിയൊന്നും ഇല്ലല്ലോ. നേരത്തെ പിന്നെ ഞങ്ങൾ ഒരിടത്താണ്, പിന്നെ അത് മതി. പക്ഷെ ഞാൻ നോക്കിയിട്ട് അങ്ങനെ വേണം കേട്ടോ. എല്ലാ വീടുകളിലും നമ്മൾ പോകണം. അങ്ങനെ നിങ്ങളൊക്കെ ഒരിടത്താണോ പറയണേ. അങ്ങനെ നമ്മൾ കുഞ്ഞടുക്കളയിൽ വന്നു കേട്ടോ. അപ്പോഴേ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു. കാപ്പി എന്താ കണ്ടായിരുന്നില്ല കാപ്പി കുടിച്ചത്. അപ്പോഴേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മിണിക്ക് കുറേ തുണി ഇട്ട് കൊടുത്തു. അപ്പോഴവൾ അലറി വിളിക്കുന്നുണ്ട്, അമ്മേ ഇത് എൻ്റെ വയറ്റിൽ നിന്ന് എടുത്ത് കളയാൻ കേട്ടോ. ഭയങ്കര വേഗം അടിച്ച് അവളെ വയറ്റിൽ നിലവിളി, എൻ്റെ അമ്മേ എൻ്റെ ഈ വയറ്റിൽ നിന്നൊന്ന് എടുത്ത് കളയാൻ. അവിടെ വയറ്റിലാണ് നമ്മൾ തുണി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ അപ്പോഴും പറയുന്നത് അവിടെ വയറാകുന്നു. നമ്മൾ മേളിക്കടല്ലേ ഇടുന്നത്, ഫ്രണ്ടിൽ കിടന്ന്. അപ്പോഴത് അവിടെ വയറല്ലേ, നിങ്ങൾ പറ അവിടെ വയറല്ലേ. അപ്പോഴ അമ്മനെ അങ്ങനെ അലറി വിളിക്കുന്നു. അത് എടുത്തിടാൻ പോകണം. കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു.
സിഗ്നലൊക്കെ തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും വെള്ളാക്കണ്ണിയാണ് നമുക്ക് മീനെന്ന് പറഞ്ഞില്ല, അത് നമ്മൾ പച്ചക്കറി വെച്ചു. അപ്പുറത്തുനിന്ന് മാങ്ങ തന്നു കേട്ടോ. അപ്പോഴേ ഇതേ പച്ചക്കറി വെച്ചു. നമ്മുടെ മമ്മിക്ക് നമ്മുടെ സരസുവിന് ചൂര വേണ്ട, എന്ത് ചെയ്യാം. ഇന്നലത്തെ ചൂരക്കറി ഇരിപ്പുണ്ട്, വറക്കാനുള്ള മീനുണ്ട് ഇന്നലത്തെ കൊണ്ട് കേട്ടോ. അതയില് നല്ല ടേസ്റ്റ് ആകുമ്പോഴാണ് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഉപ്പ് നോക്കുന്നത് കേട്ടോ. ഒന്നും വിചാരിക്കില്ല നിങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടമ്മമാർ. ഉപ്പ് നോക്കാൻ ആർക്കും പൈസ ഒന്നും കൊടുക്കണ്ടാലും, സ്വപ്നം കാണാൻ ആർക്കും പൈസ കൊടുക്കണ്ടാലും, ശമ്പളം ഒന്നും കൊടുക്കണ്ടാലും, നമ്മളങ്ങ് കണ്ടുകൊണ്ടേ ഇരിക്കും. ഉപ്പ് നോക്കാൻ ആർക്കും ഒന്നും ചിലവൊന്നും ഇല്ലല്ലോ, നമ്മുടെ കൈ കൊണ്ടല്ലേ നാക്കും കൊണ്ടല്ലേ നമ്മൾ നോക്കുന്നത് അല്ലയോ. അപ്പോഴേ അതൊരു വിധമായിതേ അതിൻ്റെ വെള്ളാക്കണ്ണി വറക്കാനും വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നാളെ എടുക്കാം കേട്ടോ. ഇന്നത്തേക്ക് നമുക്ക് ചൂരയുണ്ട്. ദൈവമേ, മീനില്ല ഇല്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നേ. 4 പടുമീൻ വന്ന് കേട്ടോ. ചൂര ഇന്നലത്തെ ചൂര അത് എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. ഇച്ചിരി കഴിയും അവനൊന്ന് ഐസൊക്കെ മാറാൻ. അപ്പോഴേ തോരനതേ കൊച്ചുമുളയും കൊണ്ട് സുജാത ചേച്ചിയുടെ കൊച്ചുമുള ചതച്ച് തന്നു. പിന്നെ എന്തോ വേണം എനിക്ക്, വട്ട ഇവിടെ ഒന്ന് കറങ്ങി ഒന്ന് വേവിച്ചെടുത്താൽ മതിയായിരുന്നു. തോരൻ അരിഞ്ഞില്ല കേട്ടോ. വെപ്രാളം അന്നേരത്തേക്ക് ചതച്ച് വയ്ക്കാൻ, ജോലി എളുപ്പം തീർക്കണമല്ലോ. അങ്ങനെയാണല്ലോ, രാവിലെ ഞായറാഴ്ച ആകുമ്പം ധൃതിയാണ്. പിന്നെ എന്തെങ്കിലും കറി വയ്ക്കണം, പിന്നെ പപ്പടവും കൂടെ കാച്ച ഇന്നത്തെ കാര്യം കുശാലായി. അപ്പോഴും ഞാൻ തോരനൊന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ, അപ്പോഴത്തേന് നമുക്ക് മീൻ റെഡിയാവും. മീൻ ഏകദേശം ഇതായി, ഒന്ന് അരിഞ്ഞോണ്ട് വരട്ടെ കേട്ടോ. നിങ്ങളിവിടെ നിൽക്കണേ. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായി. അടുത്തത് നമ്മൾ തോരൻ വെക്കാൻ പോവാം. ചതച്ചൊക്കെ വെച്ചേക്ക് വന്നാലും അരിഞ്ഞോണ്ടൊക്കെ വന്നു. ഏത്തക്കൊല മൊത്തം ഒടിഞ്ഞു പോവാം, എന്തോ ചെയ്യാനാണ്. ഞാനപ്പോൾ വിചാരിച്ചു ഏത്തക്കൊല തീരുന്നത് വരെ നമ്മൾ ഏത്തക്ക തോരനായിരിക്കുന്നത്. പയറൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. പയറൊക്കെ ഇട്ട് നമുക്ക് തോരൻ വെക്കാം, ഏത്തക്ക. ഇന്നാൾക്ക് ഞാൻ പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ, നമ്മുടെ ലക്ഷ്മി ചേച്ചി ആണെങ്കിൽ ചെറുപയറിട്ട് കറി തോരൻ തന്നെ, പിന്നെ ഇച്ചിരി ഒരു വെള്ളം ഇച്ചിരി ലൂസൊക്കെ ആക്കി വയ്ക്കുമ്പോൾ അത് കറിയായിട്ട് വരും. അപ്പോഴും ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അരയ്ക്കുന്ന ചെയ്യുക തന്നെ ചേച്ചി അരച്ച് വെച്ച് ചെയ്തത്. പക്ഷേ ഇവിടെ കറിയാക്കുന്നില്ല, നമ്മൾ തോരനാണ് ഇവിടെ ഇഷ്ടം. തോരൻ പിന്നെ ഏത്തക്കായുടെ കൂടെ പിന്നെ വലിയ പയറും കൊള്ളാൻ തോന്നും കേട്ടോ. വലിയ പയറും ചെറുപയറില്ലെങ്കിൽ നമ്മൾ വലിയ പയർ ചേർക്കും, വലിയ പയറില്ലെങ്കിൽ നമ്മൾ ചെറുപയർ ചേർക്കും. അങ്ങനെയല്ലേ? അങ്ങനെയൊന്നും ഇല്ല, എന്തായാലും എല്ലാം കഴിക്കാവുന്നതാണ് അല്ലേ. അപ്പോഴും നമ്മുടെ തോരനൊന്ന് വേവട്ടെ. അരിഞ്ഞ് വെച്ചു മൊത്തം ഇച്ചിരിയും കൂടെ 1-2 ആഴ്ച കൂടെ നിന്നാണെങ്കിൽ എല്ലാം നമുക്ക് നന്നായിട്ട് നല്ല കായുമായിരുന്നു. ഇത് ചെയ്യാൻ കഷ്ടമായിപ്പോയി. ഈ വെയിലായതുകൊണ്ട് മറിഞ്ഞ് അങ്ങ് വീഴുക. നമ്മളോ മറിഞ്ഞ് പോവുക. ഏത്തക്കൊലയെ നിന്ന് മറിഞ്ഞ് പോവുക. വെള്ളം കോരിയാലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇന്നലെ ഒരു 3 മണി ആയപ്പോഴും ഭയങ്കര മഴക്കോട് വന്നു, കളിപ്പിച്ചിട്ട് പോയി. ഞാനിവിടെ തുള്ളിച്ചാടാനും തുടങ്ങി. എൻ്റെ തുള്ളിച്ചാടിനെ കാണുമ്പോഴേ മഴ ഓടിപ്പോവും. ഭയങ്കര കോളായിരുന്നു കേട്ടോ, ഭയങ്കര കോളായിരുന്നു. എന്ത് ചെയ്യാനാണ് എൻ്റെ ഈ തുള്ളിച്ചാട്ടം കാരണം? ആരും അറിയില്ല, നാട്ടുകാരും കേൾക്കില്ല ഞാനീ പറയുന്നത്. അപ്പോഴവർ പറയും നീ ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നത് കൊണ്ടാണ് മഴ പെയ്യാത്തതെന്ന്. അവരെ ഏകദേശം നിങ്ങൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ കാര്യം പറയുന്നത് കേട്ടോ. വേവട്ടെ തോരൻ. അങ്ങനെ നമ്മുടെ ഏത്തക്കായൊക്കെ വെന്ത് കേട്ടോ, വെന്തു. അപ്പോഴ് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. വേറെ എന്തോ ചിന്തിച്ചു പോയി ഞാൻ. ചിന്തിച്ചാൽ രണ്ടോ കുന്തോ ഇല്ലാത്തൊരു ചിന്തയായിപ്പോയി എൻ്റെ ചിന്ത കേട്ടോ. ഞാൻ ഇൻട്രോ എടുക്കുമ്പോഴേ ഒത്തിരി വർത്താനം പറയുന്നുണ്ട്, നിങ്ങൾക്കത് ദേഷ്യമാണോ അങ്ങനെ? അപ്പോഴേ ഞാൻ അത് എന്താന്ന് വെച്ചാലേ ഇൻട്രോ എടുക്കുമ്പോൾ ഒരുപാട് വർത്താനം പറയുന്നേ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ തോന്നലാണ്, തോന്നലല്ല ആണ്. അപ്പോഴും നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാർ നമ്മളെ സ്നേഹിക്കാനുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്ന് അറിയത്തില്ല, ഒരു മനസ്സിനകത്തൊക്കെ ഒരു വിങ്ങലുണ്ടാവുമല്ലോ, അതാട്ടോ. അതുകൊണ്ടാണ് ഞാനങ്ങ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. എന്നെ നിങ്ങൾ കാണും ഇങ്ങനെ ഓരോരുത്തർ കമൻ്റൊക്കെ അയക്കുമ്പം അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെയും നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയൊക്കെ കരുതുന്ന അങ്ങനെയൊക്കെ നമുക്ക് കമൻറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണെന്നോ സന്തോഷമാണെന്നോ ഒക്കെ തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അങ്ങ് ഒരുപാട് അങ്ങ് സംസാരിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ വല്ലവരും എന്നെ അടിച്ചു പോലും. ഇങ്ങനെ ഇൻട്രോ സമയത്ത് ആരും നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാന്നൊക്കെ മാത്രമല്ല ചിലർ പറയത്തുള്ളൂ. പക്ഷെ ഞാനിരുന്ന് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കും കേട്ടോ. അപ്പോൾ അത് വേറൊന്നും കൊണ്ടല്ല, എന്താ എനിക്ക് ചുറ്റിനും ഒരുപാട് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൻ്റെ ഒരു സന്തോഷം കേട്ടോ, വേറൊന്നും അല്ലല്ലോ അത്. അപ്പോഴും നമ്മുടെ എന്താ മനസ്സിൽ കൊണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ഒരു സങ്കടവും വരും. എനിക്ക് വയ്യ.
ഒരു തരത്തിലൊക്കത്തില്ല. ഞാൻ അതുകൊണ്ട് ഒന്നും അങ്ങനെയൊന്നും ഒന്നും പറയാത്തത്. എനിക്ക് അപ്പോഴും പെട്ടെന്ന് അങ്ങെന്തോ ഭയങ്കര സങ്കടം വരും. നമ്മുടെ ആരോട്ടൊന്നും വേവട്ട് കേട്ടോ. ഇനിയും കറി വെക്കണം. ഞാൻ മിക്കവാറും ഇന്ന് നമുക്ക് പുളിങ്കറി ആയിരിക്കും ആണ്. ഇന്ന് പുളിങ്കറി വേണ്ടി അമ്മയ്ക്ക് അതാ ഇഷ്ടം കേട്ടോ. അത് വയ്ക്കുക. സാമ്പാർ അമ്മ കഴിക്കത്തില്ല. കഴിക്കും, ഒരു 100-10,000 കുറ്റം പറയും. എനിക്ക് വയ്യ. അല്ല കൊള്ളാത്തതിൻ്റെ അല്ല അമ്മയ്ക്ക് വേണ്ടാന്ന് തോമരയൊക്കെ ഇട്ടേ അതല്ലാതെ കുറ്റമല്ല. ഞാൻ വെക്കുന്നതിന് കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ. ഇതുവരെ എൻ്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കേൾക്കാൻ വേണം അപ്പുറത്തും ഇപ്പുറത്തും വേണം പോയിരുന്ന് കൊതിന്നാണ് ഞാൻ പറയുന്നെങ്കിലേ ഉള്ളൂ. ഞാൻ കേൾക്കൊന്നും പറയത്തില്ല പാവം കേട്ടോ. അപ്പോഴും പുളിങ്കറിയാണ്. അപ്പോഴും പുളിയൊക്കെ പിഴിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇത് ഒന്ന് വേവട്ടെ. കടുവ വറുത്തങ്ങ് ഇട്ടാൽ മതിയില്ല. പിന്നെ പപ്പടവും കൂടെ കാച്ചിയാൽ മതി. മീൻകറി ചൂരക്കറി ഇരിക്കുന്നത് കേട്ടോ. ചൂരക്കറി ഇരിക്കുന്നതിൻ്റെ മീൻ മറക്കണം. മറന്നു. പുളിയൊക്കെ പിഴിഞ്ഞ് ഈ ചട്ടിക്കകത്താണ് നമ്മൾ പുളിങ്കറി ഇരിക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടമല്ല ഈ ചട്ടി കേട്ടോ. എനിക്ക് കറുത്ത ചട്ടിയോട് ഭയങ്കര ഇഷ്ടം കേട്ടോ. കറുത്തത് സംഭവങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കുപ്പികളൊക്കെ അത് എപ്പോഴും ഇട്ടേക്കുന്നത് കറുത്തത്. അപ്പോഴും നമ്മുടെ അണ്ണനെ അന്ന് കല്യാണത്തിന് മുന്നേ അപ്പനും അമ്മയൊക്കെ ആയിരിക്കുമല്ലോ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുന്നത്. അപ്പോഴും അന്നേരം ഇവിടുത്തെ അപ്പനെ ഇഷ്ടമല്ല ഇങ്ങനെ കറുത്ത ഈ കരിനീല കറുപ്പുള്ള കളറുകളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ പെണ്ണുപിള്ളയുടെ ഇഷ്ടത്തിനല്ലേ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് മൊത്തം അങ്ങനെയൊക്കെയുള്ള കളർ. അന്നേരം ചിലപ്പോൾ വഴക്ക് പറയും കേട്ടോ. അന്നേരം അമ്മ പറയും അപ്പനതൊന്നും ഇഷ്ടമല്ല, ആ കളറൊന്നും ഇഷ്ടമല്ല. അപ്പോഴെന്തായാലും ഇപ്പം പിന്നെ കുഴപ്പമില്ല. നമ്മുടെ അണ്ണന് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത് കേട്ടോ. എൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത് കേട്ടോ. പുള്ളിയുടെ ഇഷ്ടമല്ല നോക്കുന്നത്. അവരെൻ്റെ ഇഷ്ടമാണ് നോക്കുന്നത് കേട്ടോ. ഞാൻ എന്തോ എടുത്തു കൊടുത്താലും അത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ടെൻഷൻ അടിച്ച് ചാവത്തില്ലേ. എന്നാലും അല്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു ഇഷ്ടമുണ്ട്. അപ്പോഴും എടുത്തിട്ട് ഞാൻ ചെയ്യും നല്ല എണ്ണ അങ്ങനെ വെച്ച് നോക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ. അപ്പോഴേ വേവട്ടെ. ഞാൻ പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോഴേ തോരൻ ഞാൻ വാങ്ങി വെച്ചു കേട്ടോ. പുളി ഇത്രയും കൂടെ ഉള്ളായിരുന്നു. വാരൻ്റെ സവാക്കലിനകത്ത് ഇത്രയും കൂടെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോഴേ ഇന്നലെ അതൊന്നും പറഞ്ഞതൊന്നും ഞാൻ ആരാണ്ട് നമ്മുടെ സ്മിത ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേനങ്ങ് പിന്നെ മൊബൈൽ മൊത്തം ഇതിട്ടേക്കുന്നു. വീഡിയോ എടുത്തങ്ങ് നിറഞ്ഞു കിടക്കുന്നു. അപ്പോഴും സ്മിത ചേച്ചി എൻ്റെ പ്രായമായിരിക്കും, എന്നാലും ഞാൻ ചിലപ്പോൾ വലിയ മക്കളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോഴെന്നെ കണ്ടാലും കൊച്ചു കൊച്ചാന്നൊക്കെ പറയും. പക്ഷേ എന്നാലും 10, 22, 23 വയസ്സുള്ള പെങ്കൊച്ചാന്ന് ആരെങ്കിലും പറയും. സത്യം പറ കേട്ടോ. അപ്പോഴും എനിക്ക് ചിലപ്പം പേടിയാണ് അവരെ ഇനി അങ്ങനെ വിളിച്ചാൽ. നമ്മൾ ചുമ്മാ വീഡിയോ ഒക്കെ കാണുമ്പം കള്ളിപ്പെണ്ണെ കൊച്ചു പെണ്ണെ എടി പൊടി എന്നൊക്കെ വിളിക്കുക. എന്നാലും നമ്മൾ ബഹുമാനപൂർവ്വം ഞാൻ അങ്ങനെയാണ്. എനിക്കങ്ങ് പേടിയാണ് ചിലപ്പം. വയസ്സിന് മൂത്തതായിരിക്കും. നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ പിന്നെ കള്ളിപ്പെണ്ണെ കൊച്ചു പെണ്ണെ എന്നൊക്കെ നമ്മൾ വിളിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കമൻറ്റിലിടും. എന്നാലും നമ്മൾ പറയുമ്പോൾ ഒരു ബഹുമാനമൊക്കെ കൊടുക്കണ്ടേ. എനിക്കൊന്ന് വലിയ മക്കളാണെന്ന് തോന്നുന്നു കേട്ടോ. സുനിത കിച്ചൻ വേറെ 2 സുനിതമാരുണ്ട് നമ്മുടെ ഇതിൽ കേട്ടോ. അതുകൊണ്ട് അത് മറ്റേതെല്ലാം ടിപ്പുകളാണല്ലോ. മറ്റേ സുനിത ചേച്ചി പിന്നെ അല്ലാതെ എല്ലാ പാചകങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. സംസാരമൊക്കെ നല്ല രസം കേട്ടോ. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷ. എൻ്റെ ഭാഷ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയായിട്ട് തോന്നുന്നു? ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ സാധാ സംസാരിക്കുന്ന പോലെ നീട്ടും കുറുപ്പൊന്നുമില്ല. നമ്മൾ സാധാ സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ പുളിയിഞ്ചിയുടെ കാര്യം വരാം. ഞാൻ പുളിയിഞ്ചി വെക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പുളിയിഞ്ചി. എനിക്കിഷ്ടം പുളിയിഞ്ചിയൊക്കെ കേട്ടോ. അപ്പോഴേ പുളി നമ്മുടെ ഈ പുഴുപുളി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വെച്ചേക്കണേ. സുനിത ചേച്ചി ആർക്കറിയാം വീഡിയോ ഫുള്ള് കാണുന്നു. അതാ ആന്നോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി പുളി വെച്ചേക്കണേ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ വഴിക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ ഹരിത ഗാർഡൻ ആ ചേച്ചിയോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നു. അതാ ഇഷ്ടം പോലെ ചെടികളുണ്ട്. എൻ്റെ ദൈവമേ എനിക്ക് വയ്യ. തനിക്ക് വട്ട് കയറും. വീഡിയോ കണ്ടാലോ ഉള്ള താമരയെല്ലാം കാണിച്ച് എന്നെ കൊതിപ്പിക്കുക. പക്ഷേ ഞാൻ നട്ട ഒന്നും കിളിക്കത്തൊന്നുമില്ല. താമര മാത്രം ഞാൻ നോക്കിയിട്ടില്ല. ബാക്കിയെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. താമര ആമ്പൽ വാങ്ങിച്ചാൽ അത് മൊത്തം ഒച്ചടിച്ചുകൊണ്ട് പോയി. ഇനി ഞാൻ ആമ്പൽ വാങ്ങിക്കത്തില്ല കേട്ടോ. നോക്കിക്കോ, ഞാനും വെക്കും താമര ആമ്പലും. അപ്പോൾ ഒരു ദിവസം ഞാനങ്ങ് വരും. ഒരു വണ്ടിയും വിളിച്ച് ഞാനങ്ങ് വന്ന് ഫുള്ള് എടുത്തുകൊണ്ട് വരും. ഇന്നലെ മെനഞ്ഞാന്നുമായിട്ടൊക്കെ എന്തു താമരപ്പൂവ കാണിക്കുന്നത് പെണ്ണ്. അതും ചേച്ചിയാന്ന് തോന്നുന്നു കേട്ടോ. ചുമ്മാ പെണ്ണെന്നൊക്കെ വിളിക്കുന്നേ ഞാൻ കേട്ടോ. സോറി. ഒരേ പ്രായക്കാരൊക്കെ ആയിരിക്കും. അല്ലേ നമ്മൾ ബഹുമാനം കൊടുക്കട്ടെ ചേച്ചിമാർക്കൊക്കെ. അവർ തല്ലിക്കൊല്ല. അവിടെ ഇരുന്ന് പ്രായത്തിലും ഇവൾ എന്നെ കയറി പൊടി എന്ന് വിളിക്കുന്നു. എന്നോട് പറഞ്ഞില്ലല്ലോ അവിടെയൊക്കെ ഇരുന്ന് പറയും അല്ലേ. അപ്പോഴേ നമ്മുടെ ഇത് പുളിങ്കറിക്കുള്ളതല്ല. കടു വറുത്ത് ഇതങ്ങ് ഒഴിക്കുക കേട്ടോ. എളുപ്പമാവുന്നില്ല. ഒത്തിരി താമസിക്കേണ്ട. ഒത്തിരി താമസിക്കും കേട്ടോ.
അങ്ങനെ പുളിയൊക്കെ നമ്മൾ കലക്കി ഒഴിച്ചു. അപ്പോഴേ ഈ ചട്ടിക്കകത്ത് വെച്ചാൽ ഭയങ്കര പുകയാവും കേട്ടോ. ഈ കടുക് ഇറക്കണേ അതാ ഞാൻ ഈ മൊബൈൽ ഓണാക്കാഞ്ഞത് കേട്ടോ. എപ്പോഴെപ്പോഴും ഞാൻ ഇവിടെ വെറും പുളി നേരിഞ്ഞ് പറയുന്നത് കേട്ടോ. അത് അമ്മയ്ക്ക് ഇഷ്ടം, രസമല്ല വേറെ പുളി വിഴിഞ്ഞ് മുളക് പൊടിയൊക്കെ ഇട്ട് കായൊക്കെ ഇട്ട് എന്ത് വേണേലും നമുക്ക് ചേർക്കാം. കുരുമുളക് വെളുത്തുള്ളി എല്ലാം ചതച്ച് വാരിയിട്ട് നമുക്ക് പുളി വയ്ക്കാം കേട്ടോ. ആ പുളിയാണ് ഈ പുളി കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് കടുക് ഇറക്കണം കേട്ടോ. സൂപ്പറാണ്. അറബ് അടിപൊളിയാണ് ഈ പുളി കേട്ടോ. ഇവിടെ ഞങ്ങളുടെ വീട്ടിലും എല്ലാം ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഈ പുളി. അപ്പോഴും നമ്മുടെ പുളിയായി. ഇനി മീൻ വറക്കണം, പപ്പടം കാച്ചണം, കഴിഞ്ഞ് നമ്മുടെ പരിപാടി കേട്ടോ. പാത്രം കഴുകാനുണ്ട്, കുറച്ച് പാത്രം അങ്ങ് അതിന് മുന്നേ കഴുകിക്കാം. സമയമായില്ല. ചോറുണ്ണുമ്പോഴത്തേനും നമുക്ക് മീൻ വറുത്താൽ മതി. കുറച്ച് പാത്രമുണ്ട്. ഞാൻ ലിക്വിഡ് ഇരുമ്പുളി വെച്ച് ഉണ്ടാക്കിയല്ലോ, നല്ലതായിരുന്നു കേട്ടോ. ഇപ്പോഴും അതാണ് എടുക്കുന്നത് കേട്ടോ. നല്ല സൂപ്പറാണ് ഇത്. അപ്പോഴും ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് ഇത് എടുക്കണ്ടായിരുന്നു. ഇത് കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അങ്ങോട്ട് നമ്മൾ കഴുകിയെടുക്കും പാത്രങ്ങളെല്ലാം കേട്ടോ. നല്ല മണം കേട്ടോ. മണത്തിനൊന്നും ഒരു വ്യത്യാസവും വന്നില്ല. ഞാൻ ഒരാഴ്ചയായില്ലേ വീഡിയോ കണ്ടില്ലേ, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. ആ മണം അങ്ങനെ തന്നെ ഇരിക്കുന്നു. പിന്നെ എനിക്ക് ഒരു വ്യത്യാസം തോന്നിയത് ആ കളറ് മാറി. നമ്മൾ ആ ഒഴിക്കുന്ന നമ്മുടെ മറ്റേ പാത്രം കഴുകുന്ന ലിക്വിഡിൻ്റെ അത് ഒഴിച്ചപ്പോൾ ഇതിൻ്റെ കളറ് വ്യത്യാസം വന്നു. അതിനകത്ത് കിടന്ന് അവർ തമ്മിൽ പ്രവർത്തിക്കുമല്ലോ. നിങ്ങൾ പ്രവർത്തിക്കത്തില്ലേ? അതിനകത്തൊരു പ്രവർത്തനം നടക്കുമല്ലോ ഇതെല്ലാം കൂടെ ഒഴിക്കുമ്പോൾ. ഇച്ചിരി രാവിലെ ആയപ്പോഴും ഞാൻ അത് കാണിച്ചു. അപ്പോഴൊരു പച്ച കളറ്, പക്ഷേ ഒരു കളറ് വ്യത്യാസം വന്നു. പക്ഷെ നമുക്കൊരു മാടയും ഇല്ല. സൂപ്പർ. ഒരാഴ്ചയായി കേട്ടോ. അതും കൊണ്ടാണ് ഞാനിപ്പം പാത്രം കഴിയുന്ന പിള്ളേരെ പാത്രം കഴിയുന്നത്. കുറച്ച് പുളി കൂടെ എടുത്തോണ്ട് വെച്ചേക്കുന്നു കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കും. നല്ല ഇത് പഴയ പാത്രം കേട്ടോ. ഞാനില്ല മീൻ്റെ ഇതെടുത്തതാട്ടോ. പഴയ പാത്രം കേട്ടോ. ഇത് വെളുപ്പിക്കാൻ എന്നെയും കൊണ്ടും സാധിക്കത്തില്ല, ഇരുമ്പം പുളിയും കൊണ്ടും സാധിക്കത്തില്ല കേട്ടോ. അപ്പോഴിതൊരു പഴയ പാത്രമായിരുന്നു. നല്ല നമ്മുടെ വെള്ളം ഇതൊക്കെ നന്നായിട്ട് കഴുകി നമ്മൾ സാധാ കഴുകുന്നതിൻ്റെ കൂട്ട് തന്നെ കഴുകി നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല മണമുണ്ട്. എനിക്ക് ആ മണത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല കേട്ടോ. ഞാൻ നാരങ്ങ നീരാണ് ഒഴിച്ചത് കേട്ടോ. നാരങ്ങ ഒരു അരമുറി ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തത്. നല്ല ഇതായിട്ട് നല്ല സുജാത ചേച്ചിയുടെ കൊച്ചുമോളൊക്കെ എന്തെങ്കിലും നല്ല പതയായിട്ട് വന്നു. എൻ്റെ കൈക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ കൈ ഇപ്പം സുന്ദരിയായിരുന്നു. പണ്ട് കൊള്ളത്തില്ലായിരുന്നു. ഇത് വെച്ച് തേച്ചപ്പോൾ സുന്ദരിയായെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കൈക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. അടിപൊളിയായിട്ട് വന്നു. ഉണ്ടാക്കി ഒരുപാട് ദിവസമൊന്നും വെക്കാനോ എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ഒരാഴ്ചയായെന്ന് തോന്നുന്നു. നിങ്ങളും എൻ്റെ വീഡിയോ കണ്ടാണല്ലോ ഞാനത് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കൂട്ട് ചേർക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചില്ല. പക്ഷെ ഉണ്ടാക്കിയെന്നൊക്കെ ഉള്ള സന്തോഷ വിവരം ഞാൻ നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോഴൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതും വെച്ച് തന്നെയാണ് ഇവിടെ കരുതുന്നത് കേട്ടോ. നല്ലതായിട്ട് പത വരുന്നുണ്ട്. അത് കുറച്ചൊരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ പാത്രം കഴിയുന്നതിനകത്തോട്ടോ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല. എനിക്ക് നല്ല സുഖമായിട്ട് വന്നേ. എനിക്ക് അടിപൊളിയായിട്ട് വന്നു. ഉള്ള കാര്യം ഉള്ളതെന്ന് പറയണമല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒഴിച്ച് പാത്രം കഴുകുന്നത്. സൂപ്പർ പിടിക്കുകയാണ്. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. എന്താ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ശരിയായി എന്തായാലും കേട്ടോ. സക്സസ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ചീത്തയാണെങ്കിൽ നമ്മൾ ചീത്തയാണെന്ന് തന്നെ നമ്മൾ പറയുന്നത്. എൻ്റെ പാത്രങ്ങളൊക്കെ ദേ പളപളാന്ന് മിന്നിയില്ലേലും നന്നായിട്ടൊക്കെ കഴുകി വരുന്നുണ്ട് പിള്ളേരേതേ. അതുകൊണ്ട് തന്നെ ഞാൻ കഴുകുന്നത് കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. നമ്മൾ പുളിങ്കറിയും വെച്ചു. ഇതേണ്ട മീനും വറുത്തു, പപ്പടവും കാച്ചി വെച്ചു കേട്ടോ. ഞാൻ ഇനി ഇതിനകത്തങ്ങ് വെച്ചു. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നോ ഞാൻ ഇതിനകത്ത് അങ്ങനെ ഇട്ട് വെക്കുന്നേരെ. കുഴപ്പമില്ലെന്ന് തോന്നല്ലേ. പപ്പടം ശരിയല്ല കേട്ടോ. പപ്പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പ്രാവശ്യത്തെ. ഇത് ഞങ്ങൾ കാച്ചി കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എല്ലാ പാത്രം വഴക്കും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഇത്തിരി നേരം എവിടെയും ചെന്നിരിക്കും കേട്ടോ. ചോറിനാനൊന്നും സമയമായില്ല. ചേച്ചിമാരിപ്പം വരും കേട്ടോ. അപ്പോഴേ എഴുതാനൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതിയൊക്കെ വെക്കട്ടെ. അങ്ങനെ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുടുംബശ്രീയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പിന്നെ ഞങ്ങൾക്ക് വിരുന്നുകാരുണ്ടായിരുന്നു. ഇന്നും വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു. 5 മണിയൊക്കെ ആയി അവരൊക്കെ
അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ പണികളൊക്കെ ഉണ്ടായിരുന്നു. വൈകിട്ട് കുറച്ച് തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു. ചെടിക്ക് രാവിലെ വെള്ളം ഒഴിച്ച്, ഇന്ന് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല. ആ സമയം കൊണ്ട് ഇവിടെ കുറച്ച് കരിയിലയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തൂത്ത് കഴിഞ്ഞു. വിളക്ക് കൊളുത്തി, നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞു. അപ്പോഴും ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോഴും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. പോസ്റ്റൽ ലൈറ്റ് ഇന്നും മിന്നി ഇരിക്കും. അപ്പോഴും ഞാൻ ഗേറ്റിൽ ലൈറ്റ് ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിലങ്ങ് ഭയങ്കര ഇരുട്ടാകും, എനിക്ക് തന്നെ പേടിയാവും കേട്ടോ. അപ്പോഴും നമുക്ക് നാളെ കാണാം.